അറബ് ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അക്കരെ ആരംഭിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ തൊഴിൽ വിപണിയിൽ സമീപകാലത്തായി ഉണ്ടാകുന്ന ഭീമമായ നയപരമായ മാറ്റങ്ങൾ പ്രവാസി സമൂഹത്തിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. വിദേശികളുടെ, പ്രത്യേകിച്ച് മലയാളി പ്രൊഫഷണലുകളുടെ പ്രാഥമിക തൊഴിൽ കേന്ദ്രമായ സൗദി അറേബ്യയിൽ നിന്നുള്ള ഏറ്റവും പുതിയ പ്രഖ്യാപനം നിർണായകമായ മറ്റൊരു മാറ്റിമറിക്കലിലേക്ക് വിരൽ ചൂണ്ടുന്നു. സ്വകാര്യ മേഖലയിലെ പ്രൊജക്ട് മാനേജ്മെന്റ് തസ്തികകളിൽ 70% സൗദിവൽക്കരണം നിർബന്ധമാക്കിക്കൊണ്ടുള്ള സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ വൻ പ്രഖ്യാപനം പ്രവാസി ലോകത്ത് വീണ്ടും ഒരു കനത്ത ആശങ്കയ്ക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. രാജ്യത്തെ വൻകിട നിർമ്മാണ, അടിസ്ഥാന സൗകര്യ, വിവര സാങ്കേതിക വികസന മേഖലകളിൽ ഏറ്റവും സുപ്രധാന പങ്കുവഹിക്കുന്ന പ്രൊജക്ട് മാനേജ്മെന്റ് രംഗത്തെ ഉയർന്ന പദവികളിൽ നിന്നാണ് വിദേശികൾക്ക് ഇനിയുള്ള നാളുകളിൽ നിർബന്ധമായും വഴിമാറി കൊടുക്കേണ്ടി വരുന്നത്. 2027 ഫെബ്രുവരി 14 മുതൽ പൂർണ്ണമായി പ്രാബല്യത്തിൽ വരുന്ന ഈ നിർണായക തീരുമാനം സൗദിയിലെ സ്വകാര്യ തൊഴിൽ രംഗത്ത് വലിയൊരു ഘടനാപരമായ മാറ്റത്തിന് അടിത്തറയിടുമെന്ന കാര്യം ഉറപ്പാണ്. നഗരസഭ ഭവനകാര്യ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലും സഹകരണത്തിലുമാണ് മാനവ വിഭവശേഷി മന്ത്രാലയം ഈ ബൃഹത്തായ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രൊജക്ട് മാനേജ്മെന്റ് മേഖലയിൽ 3 അതിലധികമോ ജീവനക്കാരുള്ള എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ഈ ഉത്തരവ് നേരിട്ട് ബാധകമായിരിക്കും. സൗദി സ്റ്റാൻഡേർഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഒക്യുപ്പേഷൻസ് കൃത്യമായി തരംതിരിച്ചിട്ടുള്ള പ്രധാന പ്രൊഫഷണൽ തസ്തികകളെയാണ് ഈ തീരുമാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രൊജക്ട് മാനേജ്മെന്റ് ഡയറക്ടർ, പ്രൊജക്ട് മാനേജ്മെന്റ് എഞ്ചിനീയർ, പ്രൊജക്ട് മാനേജ്മെന്റ് സ്പെഷ്യലിസ്റ്റ് എന്നീ സുപ്രധാന കോർപ്പറേറ്റ് പദവികളിലാണ് 70% സൗദി പൗരന്മാരെ നിർബന്ധമായും നിയമിക്കേണ്ടത്. ഇത്തരം സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന മൊത്തം പ്രൊജക്ട് മാനേജ്മെന്റ് ജീവനക്കാരിൽ 10ൽ 7 പേരും സൗദി പൗരന്മാരായിരിക്കണം എന്നത് സ്ഥാപന ഉടമകൾക്ക് മറികടക്കാനാകാത്ത വ്യവസ്ഥയായി മാറുകയാണ്. തീരുമാനം കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനും സൗദിവൽക്കരണ അനുപാതം കണക്കാക്കുന്ന വിധം വ്യക്തമാക്കുന്നതിനുമായി മന്ത്രാലയം ഔദ്യോഗിക വെബ്സൈറ്റിൽ വിശദമായ മാർഗനിർദ്ദേശ ഗൈഡും പുറത്തിറക്കിയിട്ടുണ്ട്. സൗദി അറേബ്യയുടെ സമ്പദ് വ്യവസ്ഥയെ കേവലം എണ്ണ വരുമാനത്തെ മാത്രം ആശ്രയിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റി നിർത്തി വൈവിധ്യവൽക്കരിക്കാനും പ്രാദേശിക തൊഴിൽ വിപണിയെ ശക്തമാക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ള വിഷൻ 2030 പദ്ധതിയുടെ തുടർച്ചയായാണ് ഈ പുതിയ പ്രഖ്യാപനം വിലയിരുത്തപ്പെടുന്നത്. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന നിയോം, റെഡ് സീ പ്രോജക്റ്റ്, അതുപോലെ ഖിദിയ, ദീരിയ തുടങ്ങിയ ഭീമൻ വിഷൻ പദ്ധതികൾ രാജ്യത്ത് ദ്രുതഗതിയിൽ പുരോഗതി ഉണ്ടാക്കുമ്പോൾ ഇത്തരം വൻകിട പ്രോജക്റ്റുകളുടെ തലപ്പത്ത് തദ്ദേശീയരായ യുവതി യുവാക്കൾ തന്നെ വേണമെന്ന നിർബന്ധം ഭരണകൂടത്തിനുണ്ട്. മുൻകാലങ്ങളിൽ റീറ്റെയിൽ, സെയിൽസ്, ഡ്രൈവിംഗ്, ക്ലിനിക്കൽ തസ്തികകൾ പോലെയുള്ള സാധാരണ തൊഴിലുകളിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്ന നിതാഖത്ത് അഥവാ സൗദിവൽക്കരണ നയം ഇപ്പോൾ ഉയർന്ന ബിരുദവും തൊഴിൽ പരിചയവും ആവശ്യമായ വിദഗ്ധ മേഖലകളിലേക്ക് വേഗത്തിൽ വിപുലീകരിക്കപ്പെടുകയാണ്. തദ്ദേശീയരായ തൊഴിലന്വേഷകർക്ക് ഗുണനിലവാരമുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, തൊഴിൽ വിപണിയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവയാണ് ലേബർ മാർക്കറ്റ് സ്ട്രാറ്റജിയിലൂടെ സൗദി സർക്കാർ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. സമീപകാലത്തായി വിവിധ സാങ്കേതിക പ്രൊഫഷണൽ മേഖലകളിൽ സൗദി സർക്കാർ നടപ്പിലാക്കിയ സ്വദേശിവൽക്കരണ പരമ്പരയുടെ ഏറ്റവും പുതിയ അധ്യായമാണിത്. ഇതിനു മുമ്പ് പ്രൊക്യൂർമെന്റ്, പർച്ചേസ് തുടങ്ങിയ തന്ത്രപ്രധാന തസ്തികകളിൽ 70%, എഞ്ചിനീയറിംഗ് തസ്തികകളിൽ 30%, മാർക്കറ്റിംഗ്, സെയിൽസ് തസ്തികകളിൽ 60% സൗദിവൽക്കരണം മന്ത്രാലയം വിജയകരമായി നടപ്പിലാക്കിയിരുന്നു. എഞ്ചിനീയറിംഗ് മേഖലയിൽ നിയമിക്കപ്പെടുന്ന സ്വദേശി ഉദ്യോഗാർത്ഥികൾക്ക് കുറഞ്ഞത് 8000 സൗദി റിയാൽ മാസശമ്പളം നിശ്ചയിക്കുകയും സൗദി കൗൺസിൽ ഓഫ് എഞ്ചിനീയേഴ്സിന്റെ ഔദ്യോഗിക അംഗീകാരം നിർബന്ധിതമാക്കുകയും ചെയ്തിരുന്നു. കൂടാതെ സ്വകാര്യ സ്ഥാപനങ്ങൾ നിതാഖത്ത് സിസ്റ്റത്തിൽ ഒരു സൗദി പൗരന്റെ സാന്നിധ്യം പൂർണ്ണമായി കണക്കാക്കണമെങ്കിൽ കുറഞ്ഞ ശമ്പളം 4000 റിയാലിൽ കുറയരുത് എന്ന നിബന്ധനയും നിലവിലുണ്ട്. ഇവയെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരേ ഒരു കാര്യത്തിലേക്കാണ്. കേവലം സാധാരണ തസ്തികകൾ മാത്രമല്ല, പ്രൊഫഷണൽ വൈദഗ്ധ്യവും ഉന്നത മാനേജ്മെന്റ് അധികാരവുമുള്ള കോർപ്പറേറ്റ് പദവികളും സ്വദേശികൾക്കായി ഘട്ടം ഘട്ടമായി മാറ്റി സ്ഥാപിക്കപ്പെടുകയാണ്. പതിറ്റാണ്ടുകളായി സൗദിയിലെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലും പ്രമുഖ മൾട്ടിനാഷണൽ സ്ഥാപനങ്ങളിലും ഉന്നത മാനേജ്മെന്റ് സ്ഥാനങ്ങളിൽ തിളങ്ങി നിന്നിരുന്നവരാണ് മലയാളി എഞ്ചിനീയർമാരും പ്രോജക്ട് മാനേജർമാരും. കമ്പനികളുടെ നയരൂപീകരണത്തിലും വൻകിട പ്രോജക്റ്റുകളുടെ സമയബന്ധിതമായ നടത്തിപ്പിലും നിർണായക പങ്കുവഹിച്ച ഈ മലയാളി പ്രൊഫഷണലുകൾക്ക് പുതിയ തീരുമാനം കനത്ത പ്രഹരമാണ് നൽകുന്നത്. ഉയർന്ന പദവികളിൽ ജോലി ചെയ്യുന്ന നിരവധി മലയാളികൾക്ക് ഈ പുതിയ നിയന്ത്രണങ്ങളോടെ തൊഴിൽ നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ കുറഞ്ഞ ആനുകൂല്യങ്ങളുള്ള താഴ്ന്ന തസ്തികകളിലേക്ക് ഇറങ്ങി വരാനോ ഉള്ള സാധ്യതകൾ വർദ്ധിക്കുകയാണ്. കൂടാതെ നാട്ടിൽ നിന്നും പുതിയതായി ഉയർന്ന മാനേജ്മെന്റ് തസ്തികകളിലേക്ക് വിസ ലഭിച്ച് സൗദിയിലേക്ക് വരാൻ കൊതിക്കുന്ന പുതിയ തലമുറ പ്രൊഫഷണലുകളുടെ പ്രതീക്ഷകൾക്കും ഈ തീരുമാനം വലിയ മങ്ങലേൽപ്പിക്കും. ഉയർന്ന
മാസശമ്പളവും മറ്റ് കോർപ്പറേറ്റ് ആനുകൂല്യങ്ങളുമുള്ള പദവികൾ നഷ്ടമാകുന്നത് പ്രവാസി കുടുംബങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെയും കേരളത്തിലേക്കുള്ള പ്രവാസി പണമയക്കലിനെയും വലിയ അളവിൽ പിന്നോട്ടടിക്കും. ഈ തീരുമാനം പ്രവാസികളെ മാത്രമല്ല സ്വകാര്യ മേഖലയിലെ കമ്പനി ഉടമകളെയും വലിയ സാങ്കേതിക ചിന്താക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. പ്രൊജക്ട് മാനേജ്മെന്റ് പോലെയുള്ള അതീവ പ്രായോഗിക പരിചയവും സാങ്കേതിക തികവും ആവശ്യമായ ഉയർന്ന തസ്തികകളിൽ ആവശ്യത്തിന് തദ്ദേശീയരായ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ പെട്ടെന്ന് കണ്ടെത്തുക എന്നത് പല സ്വകാര്യ സ്ഥാപനങ്ങൾക്കും എളുപ്പമല്ല. PNB തുടങ്ങിയ അന്താരാഷ്ട്ര സർട്ടിഫിക്കേഷനുകളുള്ള സ്വദേശി പ്രൊഫഷണലുകളെ ആകർഷിക്കുന്നതിനായി ഉയർന്ന ശമ്പള പാക്കേജുകൾ നൽകേണ്ടി വരുന്നത് ചെറിയ സ്ഥാപനങ്ങൾക്ക് കനത്ത സാമ്പത്തിക ഭാരമായി മാറുകയും ചെയ്യും. എന്നാൽ മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ പോർട്ടലുകളായ ഖിവ, ഗോസി, മുദാദ് എന്നിവ വഴി വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിലൂടെ കൃത്യമായി സാമ്പത്തിക പരിശോധനകൾ നടക്കുന്നതിനാൽ കൃത്രിമ നിയമനങ്ങൾ നടത്താൻ സ്ഥാപനങ്ങൾക്കാവില്ല. നിശ്ചിത സമയപരിധിക്കുള്ളിൽ 70% സൗദിവൽക്കരണം പൂർത്തിയാകാത്ത സ്ഥാപനങ്ങൾക്ക് നിഗാകത്ത് റെഡ് കാറ്റഗറിയിലേക്ക് തള്ളപ്പെടുകയും അവരുടെ വിസ പുതുക്കൽ, ജീവനക്കാരുടെ സ്പോൺസർഷിപ്പ് മാറ്റം തുടങ്ങിയ സേവനങ്ങൾ പൂർണ്ണമായി തടസ്സപ്പെടുകയും ചെയ്യും. സൗദി അറേബ്യയിൽ മാത്രമല്ല, UAE-യിലെ എമിറേറ്റൈസേഷൻ, ഒമാനിലെ ഒമാനൈസേഷൻ തുടങ്ങിയ ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിലുടനീളം സ്വദേശിവൽക്കരണ നയങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗൾഫ് തൊഴിൽ വിപണികൾ പ്രവാസികൾക്ക് നൽകുന്ന അപായ സൂചന വളരെ വ്യക്തമാണ്. പരമ്പരാഗത തൊഴിൽ മികവുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അതീവ സാങ്കേതിക വിദ്യയും സവിശേഷമായ നൈപുണ്യവും വെച്ചു പുലർത്തുന്നവർക്ക് മാത്രമേ ഇനി പുതിയ ഗൾഫ് തൊഴിൽ അന്തരീക്ഷത്തിൽ അതിജീവിക്കാനാകൂ. 70% സ്വദേശിവൽക്കരണം നിലവിൽ വരുമ്പോഴും ബാക്കി 30% അവസരങ്ങൾ അത്യന്തം മികവുറ്റ പ്രവാസി വിദഗ്ധർക്കായി തുറന്നു കിടക്കുന്നുണ്ട് എന്ന കാര്യം മറക്കരുത്. കൃത്രിമ ബുദ്ധി, ഡേറ്റ അനലറ്റിക്സ്, ഡിജിറ്റൽ പ്രോജക്ട് മാനേജ്മെന്റ് തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകളിൽ പ്രാവീണ്യം നേടുകയും അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട പുതിയ യോഗ്യതകൾ കരസ്ഥമാക്കുകയും ചെയ്യുന്ന പ്രവാസികൾക്ക് ഇനിയും വിപണിയിൽ സ്ഥാനമുണ്ടാകും. എങ്കിലും ഗൾഫ് രാജ്യങ്ങൾ തദ്ദേശീയരുടെ തൊഴിൽ സുരക്ഷിതത്വത്തിന് പ്രഥമ പരിഗണന നൽകുന്ന ഈ പുതിയ കാലഘട്ടത്തിൽ പ്രവാസ ലോകം കൂടുതൽ ജാഗ്രതയോടെയും ദീർഘവീക്ഷണത്തോടെയും സ്വന്തം കരിയറും ഭാവി പദ്ധതികളും പുനഃക്രമീകരിക്കേണ്ടത് അത്യാവശ്യമായി മാറിയിരിക്കുന്നു. ഗൾഫ് നാടുകളിൽ വേനൽക്കാലം കഠിനമാകുന്നത് പുതിയൊരു സംഭവമല്ലെങ്കിലും ഇത്തവണ UAE-യിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ സാധാരണ രീതിയിൽ നിന്നും തികച്ചും വിപരീതമാണ്. ഓഗസ്റ്റ് മാസത്തോടെ അന്തരീക്ഷ താപനിലയിൽ നേരിയ കുറവുണ്ടാകുമെന്ന പൊതുവെയുള്ള പ്രതീക്ഷകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് രാജ്യം സമാനതകളില്ലാത്ത ചൂടിലൂടെയാണ് കടന്നു പോകുന്നത്. പകൽ സമയങ്ങളിൽ മാത്രമല്ല, രാത്രിയിൽ പോലും വീടുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം അന്തരീക്ഷം ചൂടുപിടിച്ചിരിക്കുന്നു. അൽ ദഫ്ര മേഖലയിലെ ബെഡ ദഫാസിൽ താപനില 50.4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നത് ഇതിന്റെ ആഘാതം വ്യക്തമാക്കുന്നു. ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന ചൂടായ 51 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയത് ഓഗസ്റ്റ് ആദ്യ വാരത്തിലായിരുന്നു. ആയിരക്കണക്കിന് പ്രവാസി തൊഴിലാളികളും താമസക്കാരും ഉൾപ്പെടുന്ന വലിയൊരു സമൂഹത്തിന് ഈ കഠിനമായ അന്തരീക്ഷം വലിയ ആരോഗ്യ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഗൾഫ് മേഖലയിലെ പരമ്പരാഗത നിരീക്ഷണങ്ങൾ അനുസരിച്ച് ഓഗസ്റ്റ് 24-ന് ആകാശത്ത് സുഹൈൽ നക്ഷത്രം ദൃശ്യമാകുന്നതോടെ കഠിന വേനലിന് അയവ് വരുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ചരിത്രപരമായി കർഷകരും മരുഭൂമിയിലെ നിവാസികളും വേനൽ അവസാനിക്കുന്നതിന്റെ സൂചനയായി ഈ നക്ഷത്ര ഉദയത്തെ കണക്കാക്കിയിരുന്നു. എന്നാൽ നക്ഷത്രം ഉദിച്ചാലും പെട്ടെന്നൊരു താപനിലക്കുറവ് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് അന്തരീക്ഷ ശാസ്ത്ര വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ്, അതായത് ഹ്യൂമിഡിറ്റി, വലിയ തോതിൽ ഉയരുന്നതാണ് ഇതിന് പ്രധാന കാരണം. തെർമോമീറ്ററിൽ താപനിലയുടെ കണക്കുകൾ കുറവായി കാണിച്ചാൽ പോലും ഉയർന്ന ഈർപ്പം കാരണം മനുഷ്യ ശരീരത്തിന് അനുഭവപ്പെടുന്ന ചൂട് അഥവാ ഫീൽസ് ലൈക്ക് താപനില വളരെ കൂടുതലായിരിക്കും. ഇത് നിർജ്ജലീകരണത്തിനും പെട്ടെന്നുള്ള ശാരീരിക തളർച്ചയ്ക്കും വഴിവെക്കുന്നു. കഠിനമായ ചൂടിൽ നിന്നും തൊഴിലാളികളുടെ ജീവനും ആരോഗ്യത്തിനും സംരക്ഷണം നൽകുന്നതിനായി UAE ഭരണകൂടം കർശനമായ നിയമങ്ങളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സെപ്റ്റംബർ 15 വരെ നിലവിലുള്ള ഉച്ചവിശ്രമ നിയമം. ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകുന്നേരം 3 വരെയുള്ള സമയം നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന തുറസായ സ്ഥലങ്ങളിലെ ജോലികൾ പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. ഇതോടൊപ്പം തൊഴിലാളികൾക്കായി രാജ്യത്തുടനീളം 12,000-ലധികം എയർ കണ്ടീഷൻ ചെയ്ത വിശ്രമ കേന്ദ്രങ്ങളും അധികൃതർ സജ്ജമാക്കിയിട്ടുണ്ട്. തൊഴിലുടമകൾ ജോലിസ്ഥലങ്ങളിൽ ആവശ്യത്തിന് കുടിവെള്ളവും പ്രഥമ ശുശ്രൂഷ സൗകര്യങ്ങളും തണുത്ത വിശ്രമ മുറികളും ഉറപ്പാക്കണമെന്ന് മന്ത്രാലയം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പ്രതികൂല കാലാവസ്ഥയെ അതിജീവിക്കാൻ പ്രവാസികൾ സ്വന്തം നിലയിൽ ചില പ്രധാന മുൻകരുതലുകൾ എടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ദാഹം അനുഭവപ്പെടുന്നതുവരെ കാത്തു നിൽക്കാതെ തുടർച്ചയായി ശുദ്ധജലം കുടിച്ചുകൊണ്ടേയിരിക്കുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇതോടൊപ്പം ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടുന്ന ലവണങ്ങൾ വീണ്ടെടുക്കാൻ സഹായിക്കുന്ന പാനീയങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. പുറത്തിറങ്ങുമ്പോൾ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വായു സഞ്ചാരമുള്ളതും അയഞ്ഞതും ഇളം നിറത്തിലുള്ളതുമായ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുകയും വേണം. കഠിനമായ തുറസായ വ്യായാമങ്ങൾ ഈ സമയത്ത്
സമയത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അഥവാ വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അവയുടെ തീവ്രതയും സമയദൈർഘ്യവും ഗണ്യമായി കുറയ്ക്കേണ്ടതുണ്ട്. പ്രതികൂലമായ ഈ കാലാവസ്ഥയിൽ സ്വന്തം ആരോഗ്യകാര്യത്തിൽ നൽകുന്ന ചെറിയൊരു ശ്രദ്ധ പോലും വലിയ അപകടങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കും. കൃത്യമായ മുൻകരുതലുകൾ പാലിക്കുകയും ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നതിലൂടെ ഈ കഠിന വേനൽക്കാലത്തെ സുരക്ഷിതമായി തരണം ചെയ്യാൻ ഓരോ പ്രവാസിക്കും സാധിക്കും. സൗന്ദര്യത്തിനും സമൃദ്ധമായ സമുദ്ര ജീവിതത്തിനും പേരുകേട്ട ഒമാൻ തീരങ്ങൾ ഇന്ന് നേരിടുന്നത് സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ പാരിസ്ഥിതിക വെല്ലുവിളികളിൽ ഒന്നാണ്. ദോഫാർ ഗവർണറേറ്റിലെ അൽ ഹലാനിയാത്ത് ദ്വീപ് സമൂഹത്തിന് സമീപം അപകടത്തിൽപ്പെട്ട കരോലിൻ ബെസംഗി എന്ന എണ്ണക്കപ്പലിൽ നിന്നുള്ള ചോർച്ച ഒമാൻ സമുദ്രതീരങ്ങളിൽ വലിയ പ്രഹരമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഏകദേശം ദശലക്ഷത്തോളം ബാരൽ ക്രൂഡ് ഓയിൽ വഹിച്ചിരുന്ന ഈ ഭീമൻ ടാങ്കറിൽ നിന്നുള്ള എണ്ണപ്പടലം ഇപ്പോൾ ദുഖ്മിലെ റാസ് മദ്രക്ക പ്രദേശത്തെ 12 കിലോമീറ്ററിലധികം കടൽ തീരത്തെ നേരിട്ട് ബാധിച്ചിരിക്കുകയാണ്. തെക്ക് കിഴക്കൻ ദിശയിൽ വിസ്തൃതമായ കടലിലേക്ക് നീങ്ങുന്ന എണ്ണപ്പടലം മസീറ ദ്വീപിന്റെ തെക്കൻ തീരങ്ങളെയും ഭീഷണിയിലാഴ്ത്തുന്നുണ്ട്. ഈ ഗുരുതര സാഹചര്യത്തിൽ പ്രവാസികളും മത്സ്യത്തൊഴിലാളികളും സന്ദർശകരും ഉൾപ്പെടെയുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഒമാൻ സർക്കാർ. കഴിഞ്ഞ ജൂൺ മാസത്തിന്റെ തുടക്കത്തിലാണ് റഷ്യൻ ക്രൂഡ് ഓയിലുമായി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ച കരോലിൻ ബെസംഗി എന്ന സുയസ് മാക്സ് എന്ന കപ്പലിൽ വൻ സ്ഫോടനമുണ്ടാകുന്നതായി ക്രൂ അംഗങ്ങൾ സന്ദേശം അയക്കുന്നത്. തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട കപ്പൽ ദോഫാർ തീരത്തുള്ള അൽ ഖിബ്ലിയ ദ്വീപിന് സമീപത്തെ പാറക്കെട്ടുകളിൽ ഉറച്ചു പോവുകയായിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധം മറികടക്കാൻ ഉപയോഗിക്കുന്ന റഷ്യയുടെ നിഴൽ കപ്പൽപ്പടയുടെ ഭാഗമാണ് ഈ ടാങ്കർ എന്ന് അന്താരാഷ്ട്ര മാരിടൈം ഏജൻസികൾ വ്യക്തമാക്കുന്നു. ആധികാരികമായ ഇൻഷുറൻസ് പരിരക്ഷയോ ഉത്തരവാദിത്തമോ ഉള്ള ഉടമസ്ഥനോ ഇല്ലാത്ത ഇത്തരം പഴക്കമുള്ള കപ്പലുകൾ അപകടത്തിൽപ്പെടുമ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുക എന്നത് ഏറെ പ്രയാസകരമാണ്. ഓഗസ്റ്റ് മാസത്തോടെ മേഖലയിൽ വീശിയടിച്ച ശക്തമായ ഖരീഫ് മൺസൂൺ കാറ്റും ഉയർന്ന തിരമാലകളും കപ്പലിന്റെ അവസ്ഥ കൂടുതൽ വഷളാക്കുകയും കപ്പലിന്റെ തകർന്ന അറകളിൽ നിന്ന് വൻതോതിൽ എണ്ണ പുറത്തേക്കൊഴുകാൻ കാരണമാവുകയും ചെയ്തു. അറബിക്കടലിലെ അപൂർവ ജീവജാലങ്ങളുടെയും സമുദ്ര ആവാസ വ്യവസ്ഥയുടെയും കേന്ദ്രമായ അൽ ഹലാനിയാത്ത് സംരക്ഷിത മേഖലയിലാണ് ഈ ദുരന്തം സംഭവിച്ചിരിക്കുന്നത് എന്നത് ആശങ്കയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന അറേബ്യൻ സീ ഹംബാക്ക് തിമിംഗലങ്ങൾ, അപൂർവ ഇനം കടലാമകൾ, പവിഴപ്പുറ്റുകൾ, സമുദ്ര സസ്യങ്ങൾ, അപൂർവ കടൽ പക്ഷികൾ എന്നിവയുടെ പ്രധാന ആവാസ കേന്ദ്രമാണിത്. കടലോപരിതലത്തിൽ കട്ടിയുള്ള എണ്ണപ്പടലം രൂപപ്പെടുമ്പോൾ സൂര്യപ്രകാശവും ഓക്സിജനും ജലാശയത്തിലേക്ക് ഇറങ്ങുന്നത് തടസ്സപ്പെടുന്നു. ഇത് പവിഴപ്പുറ്റുകളുടെ നാശത്തിനും മത്സ്യങ്ങളുടെയും മറ്റ് സമുദ്ര ജീവികളുടെയും കൂട്ടമരണത്തിനും കാരണമാവുകയും ചെയ്യുന്നു. സമുദ്രത്തിലെ വിഷമാലിന്യങ്ങൾ വർഷങ്ങളോളം കളിമണ്ണിലും മണലിലും തിങ്ങി നിൽക്കുമെന്നതിനാൽ ഈ ദുരന്തത്തിൽ നിന്ന് സമുദ്ര ആവാസ വ്യവസ്ഥ പൂർണ്ണമായി തിരിച്ചുവരാൻ ദശാബ്ദങ്ങൾ എടുത്തേക്കാം. ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കുന്നതിനായി ഒമാൻ പരിസ്ഥിതി അതോറിറ്റി, അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ദേശീയ സമിതി, സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ വൻ രക്ഷാപ്രവർത്തനമാണ് പുരോഗമിക്കുന്നത്. എണ്ണ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പടരുന്നത് തടയാൻ കടലിൽ താൽക്കാലിക തടസ്സമായ ബൂമുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ജലോപരിതലത്തിൽ ഒഴുകി നടക്കുന്ന എണ്ണ വേർതിരിച്ചെടുത്ത് മാറ്റാൻ അതിനൂതന സ്കിമ്മർ യന്ത്രങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ എണ്ണപ്പടലത്തെ ചെറിയ തുള്ളികളാക്കി വിഘടിപ്പിച്ച് ആഘാതം കുറയ്ക്കാൻ ഡിസ്പേഴ്സന്റുകൾ എന്ന രാസലായനികളും തളിക്കുന്നുണ്ട്. ഒമാൻ വ്യോമസേനയുടെയും അന്താരാഷ്ട്ര രക്ഷാപ്രവർത്തകരുടെയും സഹായത്തോടെ കപ്പലിൽ അവശേഷിക്കുന്ന എണ്ണ സുരക്ഷിതമായി മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളും അതിവേഗം നടക്കുന്നുണ്ടെങ്കിലും ഖരീഫ് കാലത്തെ പ്രക്ഷുബ്ധമായ കടൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ തടസ്സമാകുന്നുണ്ട്. തീരപ്രദേശങ്ങളിലേക്ക് എണ്ണപ്പടലം വ്യാപിച്ചതോടെ വിപണിയിലെത്തുന്ന സമുദ്രോൽപ്പന്നങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഒമാൻ ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി സെന്റർ പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. മത്സ്യബന്ധന ബോട്ടുകൾ കരയിലെത്തുന്ന കേന്ദ്രങ്ങൾ, സംസ്കരണശാലകൾ, വിപണികൾ എന്നിവിടങ്ങളിൽ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി സാമ്പിളുകൾ ശേഖരിച്ച് രാസപരിശോധനകൾക്ക് വിധേയമാക്കുന്നുണ്ട്. മലിനമായ മേഖലകളിൽ നിന്നുള്ള മത്സ്യബന്ധനം പൂർണ്ണമായി തടഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഗൾഫ് രാജ്യങ്ങളുടെ ജീവനാഡിയായ സമുദ്രജല ശുദ്ധീകരണ പ്ലാന്റുകളുടെ സുരക്ഷയും ഒമാൻ ഉറപ്പുവരുത്തുന്നുണ്ട്. ദുഃഖം, റാസ് മദ്രക്ക, മസീറ ദ്വീപ് എന്നിവിടങ്ങളിലെ ശുദ്ധീകരണ പ്ലാന്റുകളുടെ ജലസ്രോതസ്സുകൾ നിരന്തരം പരിശോധിക്കപ്പെടുന്നുണ്ട്. മസീറ ദ്വീപിൽ ആവശ്യമെങ്കിൽ ഉപയോഗിക്കാനായി തീരദേശ കിണറുകൾ സജ്ജമാക്കി ബദൽ കുടിവെള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഒമാനിലെ വിവിധ ഗവർണറേറ്റുകളിൽ താമസിക്കുന്ന വൻ മലയാളി പ്രവാസി സമൂഹത്തിനും തീരവാസികൾക്കും അധികൃതർ വ്യക്തമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്ത ബാധിത തീരപ്രദേശങ്ങളിലോ സമുദ്ര മേഖലകളിലോ സന്ദർശനം നടത്തുന്നതും വിനോദങ്ങളിൽ ഏർപ്പെടുന്നതും കർശനമായി നിരോധിച്ചിരിക്കുന്നു. കടലിലോ തീരത്തോ എണ്ണമയം കലർന്ന ദ്രാവകങ്ങളോ രാസവസ്തുക്കളോ അടിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അവ സ്പർശിക്കാനോ അരികിലേക്ക് പോകാനോ പാടില്ല. അത്യാഹിതങ്ങൾ ഒഴിവാക്കാൻ ഇത്തരം സന്ദർഭങ്ങളിൽ ഉടൻ തന്നെ ബന്ധപ്പെട്ട പരിസ്ഥിതി, സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കേണ്ടതാണ്. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി അധികൃതർ പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കാൻ എല്ലാ പൗരന്മാരും പ്രവാസികളും ബാധ്യസ്ഥരാണ്. അറബിക്കടലിലെ ഈ കറുത്ത
യഥാർത്ഥ ദുരന്തം കേവലം ഒരു പ്രാദേശിക പാരിസ്ഥിതിക പ്രശ്നം മാത്രമല്ല, മറിച്ച് അന്താരാഷ്ട്ര സമുദ്ര ഗതാഗത രംഗത്തെ സുരക്ഷാ വീഴ്ചകളുടെ ആഗോള മുന്നറിയിപ്പ് കൂടിയാണ്. അനിയന്ത്രിതമായി സർവീസ് നടത്തുന്ന സാങ്ഷൻ ചെയ്ത ടാങ്കറുകളും അവ സൃഷ്ടിക്കുന്ന അപകടങ്ങളും വരും നാളുകളിൽ ലോകം കൂടുതൽ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. വേഗത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളിലൂടെയും കടുത്ത ജാഗ്രതയിലൂടെയും ഒമാൻ സർക്കാർ ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ ശ്രമിക്കുമ്പോൾ കടലിന്റെ ജീവനും തീരത്തിന്റെ സുരക്ഷയ്ക്കുമായി കൈകോർക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ്. ദുബൈയിലെ തിരക്കേറിയ റോഡുകളിലൂടെ വാഹനമോടിക്കുമ്പോൾ യാതൊരു തടസ്സവുമില്ലാതെ ടോൾ ഗേറ്റുകൾ പിന്നിടാൻ സഹായിക്കുന്ന അത്യാധുനിക സംവിധാനമാണ് സാലിക്. ദുബൈ റോഡ് ഗതാഗത അതോറിറ്റി അവതരിപ്പിച്ച ഈ ബാരിയർ രഹിത റേഡിയോ ഫ്രീക്വൻസി ടോൾ സംവിധാനം നഗരത്തിലെ യാത്രാസമയം ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുന്നു. ടോൾ പ്ലാസകളിൽ വാഹനം നിർത്തി പണം നൽകേണ്ടതില്ലാത്തതിനാൽ അക്കൗണ്ടിൽ പണമില്ലാത്തതോ ടാഗ് രജിസ്റ്റർ ചെയ്യാത്തതോ ആയ കാര്യങ്ങൾ പലരും വൈകിയാണ് തിരിച്ചറിയുന്നത്. ഇത് അറിവില്ലായ്മ മൂലം വൻ തുക പിഴയായി നൽകേണ്ട സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. സാലിക്കുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ നിയമങ്ങളും ഇളവുകളും കൃത്യമായി മനസ്സിലാക്കിയാൽ ഇത്തരത്തിലുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കും. സാലിക് ഗേറ്റുകളിലൂടെ കടന്നു പോകുമ്പോൾ അക്കൗണ്ടിൽ ആവശ്യത്തിന് ബാലൻസ് ഇല്ലാത്തതാണ് മിക്ക ഡ്രൈവർമാരും നേരിടുന്ന പ്രധാന വെല്ലുവിളി. എന്നാൽ അക്കൗണ്ടിൽ ബാലൻസ് തീർന്നു പോയാൽ ഉടൻ തന്നെ പിഴ ഈടാക്കപ്പെടുകയില്ല എന്നത് ഡ്രൈവർമാർക്ക് വലിയ ആശ്വാസമാണ്. പണമില്ലാതെ ഗേറ്റ് കടന്നാൽ ആ യാത്ര നടന്ന തീയതി മുതൽ 5 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ അക്കൗണ്ട് റീചാർജ് ചെയ്യാനുള്ള അവസരം ഗതാഗത അതോറിറ്റി നൽകുന്നുണ്ട്. ഈ സാവകാശ സമയത്തിനുള്ളിൽ പണമടച്ചാൽ പിഴയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാകാം. എന്നാൽ 5 പ്രവൃത്തി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അക്കൗണ്ട് റീചാർജ് ചെയ്തില്ലെങ്കിൽ ഓരോ ദിവസത്തെയും ലംഘനത്തിന് 50 ദിർഹം വീതം പിഴ ഈടാക്കും. ഒരു വാഹനത്തിന് ഒരു ദിവസം എത്ര തവണ ഗേറ്റ് കടന്നാലും പരമാവധി ഒരു ലംഘനത്തിന് മാത്രമേ ഇത്തരം പിഴ ചുമത്തുകയുള്ളൂ. വാഹനത്തിൽ സാലിക് ടാഗ് ഒട്ടിക്കാതെ അല്ലെങ്കിൽ നിലവിലുള്ള അക്കൗണ്ടിൽ വാഹനം രജിസ്റ്റർ ചെയ്യാതെ ടോൾ ഗേറ്റ് കടന്നു പോകുന്നത് കൂടുതൽ ഗുരുതരമായ നിയമലംഘനമാണ്. പുതിയ വാഹനം വാങ്ങുമ്പോഴോ ടാഗ് മാറ്റുമ്പോഴോ ആണ് ഇത്തരം തെറ്റുകൾ കൂടുതലായി സംഭവിക്കുന്നത്. ആദ്യമായി രജിസ്റ്റർ ചെയ്യാത്ത വാഹനവുമായി ടോൾ ഗേറ്റ് കടക്കുമ്പോൾ 10 പ്രവൃത്തി ദിവസത്തെ സാവകാശം ലഭിക്കും. ഈ സമയത്തിനുള്ളിൽ പുതിയ സാലിക് ടാഗ് വാങ്ങി അക്കൗണ്ടിൽ ആക്റ്റീവ് ആക്കേണ്ടതുണ്ട്. നിശ്ചിത സമയത്തിനുള്ളിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയില്ലെങ്കിൽ ആദ്യ യാത്രയ്ക്ക് 100 ദിർഹം പിഴ ചുമത്തും. രണ്ടാമത്തെ തവണ ഇത് 200 ദിർഹമായും തുടർന്നുള്ള ഓരോ യാത്രയ്ക്കും 400 ദിർഹം വീതമായും വർദ്ധിക്കും. ഒരു വാഹനത്തിന് ഒരു ദിവസം ഒരു ലംഘനം മാത്രമേ കണക്കാക്കൂവെങ്കിലും തുടർച്ചയായ യാത്രകൾ വലിയ തുകയുടെ ബാധ്യത വരുത്തിവെക്കും. സാലിക് ടാഗിൽ മനഃപൂർവ്വം കൃത്രിമം കാണിക്കുകയോ സാലിക് ടോൾ ഗേറ്റുകൾക്കും സെൽഫ് സർവീസ് റീചാർജ് മെഷീനുകൾക്കും ഭൗതികമായ കേടുപാടുകൾ വരുത്തുകയോ ചെയ്യുന്നത് അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ്. ഇത്തരം പ്രവൃത്തികൾക്ക് 10,000 ദിർഹം വരെ കനത്ത പിഴയും കടുത്ത നിയമ നടപടികളും നേരിടേണ്ടി വരുമെന്ന് അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതേസമയം ഡ്രൈവർമാരുടെ സാമ്പത്തിക ഭാരം പരിഗണിച്ച് ഒരു വാഹനത്തിന് ഒരു വർഷത്തിൽ സാലിക് ലംഘനങ്ങൾ മൂലം ലഭിക്കാവുന്ന പരമാവധി പിഴ തുക 10,000 ദിർഹമായി ക്ലിപ്പ് ചെയ്തിട്ടുമുണ്ട്. കൂടാതെ അക്കൗണ്ടിൽ തുടർച്ചയായി 5 വർഷത്തേക്ക് യാതൊരു റീചാർജോ ടോൾ ഉപയോഗമോ ഇല്ലാതിരുന്നാൽ ആ അക്കൗണ്ട് സ്വയം നിർജീവമാവുകയും അതിലെ ശേഷിക്കുന്ന തുക കണ്ടുകെട്ടുകയും ചെയ്യും. അതിനാൽ UAEക്ക് പുറത്തേക്ക് ദീർഘകാലത്തേക്ക് പോകുന്നവർ അക്കൗണ്ട് അപ്ഡേറ്റായി നിലനിർത്താൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില സാഹചര്യങ്ങളിൽ തെറ്റായ രീതിയിൽ പിഴ ഈടാക്കിയിട്ടുണ്ടെന്ന് തോന്നിയാൽ അതിനെതിരെ പരാതിപ്പെടാൻ സാലിക് സൗകര്യമൊരുക്കുന്നുണ്ട്. ട്രാഫിക് ഫയലിൽ പിഴ രേഖപ്പെടുത്തിയ തീയതി മുതൽ 13 മാസത്തിനുള്ളിൽ ഔദ്യോഗിക ചാനലുകൾ വഴി തർക്കം ഫയൽ ചെയ്യാം. വെബ്സൈറ്റ് വഴിയോ സ്മാർട്ട് സാലിക് ആപ്പ് RTA ദുബായ് ആപ്പ് വഴിയോ സൗജന്യമായി ഈ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അക്കൗണ്ടിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ എപ്പോഴും സജീവമാക്കി നിലനിർത്തുക എന്നത് വളരെ പ്രധാനമാണ്. കാരണം കുറഞ്ഞ ബാലൻസ്, പിഴകൾ എന്നിവയെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ ലഭിക്കാൻ ഇത് സഹായിക്കും. പതിവായി ആപ്പുകൾ വഴിയോ വെബ്സൈറ്റ് വഴിയോ അക്കൗണ്ട് പരിശോധിക്കുന്നതും ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധിപ്പിച്ച് ഓട്ടോ റീചാർജ് സംവിധാനം സജ്ജമാക്കുന്നതും അപ്രതീക്ഷിത പിഴകളിൽ നിന്ന് ഡ്രൈവർമാരെ പൂർണ്ണമായി സംരക്ഷിക്കും. ഇനി നോക്കാം മറ്റു ചില പ്രധാന ഗൾഫ് വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സൗദി അറേബ്യയിൽ താമസ തൊഴിൽ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിന് ഒരാഴ്ചയ്ക്കുള്ളിൽ 14,000-ലധികം പ്രവാസികളെ സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നടത്തിയ ശക്തമായ പരിശോധനയിലാണ് 14,542 പേർ പിടിയിലായത്. ഇഖാമ ലംഘനം, അനധികൃത അതിർത്തി കടക്കൽ, തൊഴിൽ നിയമലംഘനം എന്നിവയ്ക്കാണ് പ്രധാനമായും നടപടി സ്വീകരിച്ചിരിക്കുന്നത്. നിയമലംഘകർക്ക് അഭയമോ യാത്രാ സൗകര്യമോ നൽകി സഹായിക്കുന്നവർക്ക് 15 വർഷം വരെ തടവും 10 ലക്ഷം റിയാൽ വരെ പിഴയും ചുമത്തുമെന്ന് അധികൃതർ ശക്തമായ മുന്നറിയിപ്പ് നൽകി. പിടിയിലായവരിൽ ഭൂരിഭാഗം പേരെയും നയതന്ത്ര കാര്യാലയങ്ങൾ വഴി മാതൃരാജ്യങ്ങളിലേക്ക് നാടുകടത്താനുള്ള നടപടികൾ വേഗത്തിലാക്കിയിട്ടുണ്ട്. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 911 ഉൾപ്പെടെയുള്ള ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ വിവരമറിയിക്കാനും മന്ത്രാലയം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു.
യുഎഇയിൽ നിന്നുള്ള വിമാന സർവീസുകളിൽ മാറ്റങ്ങൾ നിലവിൽ വന്നതോടെ യാത്രക്കാർക്കായി എയർലൈനുകളും വ്യോമയാന അധികൃതരും പുതിയ യാത്രാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. വിമാനത്താവളത്തിലേക്ക് തിരിക്കുന്നതിന് മുൻപായി അതത് എയർലൈനുകളുടെ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് വഴിയോ വിമാന സമയവും നിലവിലെ വിവരങ്ങളും കൃത്യമായി പരിശോധിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. വിവിധ റൂട്ടുകളിലെ സർവീസ് പുനഃക്രമീകരണവും തിരക്കും കണക്കിലെടുത്താണ് ഈ സുപ്രധാന മുൻകരുതലുകൾ. വിമാനത്താവളങ്ങളിലെ സുരക്ഷാ പരിശോധനകൾ കർശനമാക്കിയ സാഹചര്യത്തിൽ യാത്രക്കാർ വിമാനം പുറപ്പെടുന്നതിന് കുറഞ്ഞത് 3 മണിക്കൂർ മുൻപെങ്കിലും എയർപോർട്ടിലെത്താൻ ശ്രദ്ധിക്കണം. ഓൺലൈൻ ചെക്ക് ഇൻ സൗകര്യങ്ങൾ മുൻകൂട്ടി പ്രയോജനപ്പെടുത്തുന്നതും വിമാന കമ്പനികൾ നൽകിയിട്ടുള്ള ഫോൺ നമ്പരും മറ്റ് വിവരങ്ങളും അപ്ഡേറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുന്നതും യാത്ര തടസ്സമില്ലാതെ പൂർത്തിയാക്കാൻ സഹായിക്കും. യുഎഇയിലേക്ക് തിരിച്ചെത്തുന്ന പ്രവാസികൾ യാത്രയിലുടനീളം യഥാർത്ഥ എമിറേറ്റ്സ് ID കാർഡ് കൈവശം കരുതിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. വിവിധ വിമാനത്താവളങ്ങളിലെ ചെക്ക് ഇൻ കൗണ്ടറുകളിലും ഇമിഗ്രേഷൻ വിഭാഗങ്ങളിലും എമിറേറ്റ്സ് ID ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് ട്രാവൽ രംഗത്തെ വിദഗ്ധർ ഈ മുന്നറിയിപ്പ് നൽകുന്നത്. പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്യുന്ന രീതി നിർത്തിയതോടെ യുഎഇയിലെ പ്രധാന ഔദ്യോഗിക താമസ രേഖയായി എമിറേറ്റ്സ് ID മാറിയിട്ടുണ്ട്. ഡിജിറ്റൽ കോപ്പികൾ ലഭ്യമാണെങ്കിലും വിദേശ വിമാനത്താവളങ്ങളിൽ പരിശോധന വേഗത്തിലാക്കാനും അനാവശ്യ ബോർഡിംഗ് തടസ്സങ്ങൾ ഒഴിവാക്കാനും ഫിസിക്കൽ കാർഡ് കയ്യിൽ കരുതുന്നത് സഹായിക്കും. അതിനാൽ അവധിക്കാലം കഴിഞ്ഞ് മടങ്ങുന്ന പ്രവാസികൾ യാത്രയ്ക്ക് മുമ്പ് ID-യുടെ സാധുത ഉറപ്പുവരുത്താനും ഒറിജിനൽ കാർഡ് കരുതാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അടിയന്തര സാഹചര്യങ്ങളിൽ ആംബുലൻസ്, എയർഫോഴ്സ്, പോലീസ് തുടങ്ങിയ സേവന വാഹനങ്ങൾക്ക് ഒട്ടും വൈകാതെ സുരക്ഷിതമായി വഴിമാറി നൽകണമെന്ന് അബുദാബി പോലീസ് ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പ് നൽകി. ഇത്തരം വാഹനങ്ങളുടെ യാത്ര തടസ്സപ്പെടുത്തുന്നത് ഗുരുതരമായ ഗതാഗത ലംഘനമാണ്. അടിയന്തര വാഹനങ്ങൾക്ക് വഴിമാറി കൊടുക്കാത്തവർക്ക് 3000 ദിർഹം പിഴ ചുമത്തും. ഇതിനു പുറമെ ഡ്രൈവിംഗ് ലൈസൻസിൽ 6 ബ്ലാക്ക് പോയിന്റുകൾ രേഖപ്പെടുത്തുകയും വാഹനം 30 ദിവസത്തേക്ക് കണ്ടുകെട്ടുകയും ചെയ്യും. ജീവൻ രക്ഷാ ദൗത്യങ്ങളുമായി പോകുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുന്നത് ഓരോ ഡ്രൈവർമാരുടെയും നിയമപരവും സാമൂഹികവുമായ ഉത്തരവാദിത്തമാണ്. സൈറൺ കേൾക്കുമ്പോൾ പരിഭ്രാന്തരാകാതെ സുരക്ഷിതമായി വശങ്ങളിലേക്ക് വാഹനം ഒതുക്കി കൊടുക്കണം. എമർജൻസി ലൈറ്റുകൾ ദുരുപയോഗം ചെയ്യുന്നതും അടിയന്തര വാഹനങ്ങളെ പിന്തുടർന്ന് ഡ്രൈവ് ചെയ്യുന്നതും കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. സൗദി അറേബ്യയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഫാൽക്കൺ ബ്രീഡേഴ്സ് ലേലത്തിൽ അപൂർവ ഇനം പരുന്ത് വിറ്റഴിഞ്ഞത് 13 ലക്ഷം സൗദി റിയാലിനാണ്. അതായത് ഏകദേശം 2.9 കോടി ഇന്ത്യൻ രൂപ. കനേഡിയൻ ഫാമിൽ നിന്നുള്ള സൂപ്പർ വൈറ്റ് ഗയർ ഇനത്തിൽപ്പെട്ട പരുന്തിൻ കുഞ്ഞാണ് ഈ വർഷത്തെ ലേലത്തിലെ ഏറ്റവും ഉയർന്ന തുക സ്വന്തമാക്കിയത്. റിയാദിന് വടക്കുള്ള മൽഹമിൽ സൗദി ഫാൽക്കൺ ക്ലബിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ ലേല ചരിത്രത്തിലെ 2ാമത്തെ ഉയർന്ന വിലയാണിത്. 2021-ൽ 17.5 ലക്ഷം റിയാലിന് വിറ്റഴിഞ്ഞ വേട്ടപ്പരുന്തിനാണ് നിലവിലെ സർവകാല റെക്കോർഡ്. 2 ലക്ഷം റിയാലിൽ ആരംഭിച്ച കടുത്ത ലേലവിളിക്കൊടുവിലാണ് കാനഡയിലെ ജിം വിൽസൺ ഫാമിൽ നിന്നുള്ള ഈ പരുന്ത് വിറ്റത്. ലോകമെമ്പാടുമുള്ള പ്രമുഖ വളർത്തു കേന്ദ്രങ്ങളിൽ നിന്നുള്ള അപൂർവ പരുന്തുകളെ അണിനിരത്തി ഓഗസ്റ്റ് 25 വരെയാണ് അന്താരാഷ്ട്ര ലേലം തുടരുന്നത്. കുട്ടികളുടെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന മാതാപിതാക്കൾക്ക് കടുത്ത മുന്നറിയിപ്പുമായി അബുദാബി സിവിൽ ഫാമിലി കോടതി. പരസ്പര സമ്മതമില്ലാതെ കുട്ടികളുടെ ദൃശ്യങ്ങൾ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യുന്നത് തടയാനും നിലവിലുള്ളവ നീക്കം ചെയ്യാനും കോടതി നിർദ്ദേശിച്ചു. യുഎഇയിലെ വദീമ ബാലാവകാശ നിയമത്തെ അടിസ്ഥാനമാക്കിയാണ് സുപ്രധാന ഉത്തരവ്. കുട്ടികളുടെ സ്വകാര്യതയ്ക്കും ക്ഷേമത്തിനുമാണ് മാതാപിതാക്കളുടെ തർക്കങ്ങളെക്കാൾ പ്രാധാന്യമെന്ന് കോടതി വ്യക്തമാക്കി. വാണിജ്യപരമായ ആവശ്യങ്ങൾക്കോ പ്രചാരണങ്ങൾക്കോ വേണ്ടി കുട്ടികളുടെ ദൃശ്യങ്ങൾ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ്. കോടതി ഉത്തരവ് ലംഘിച്ചാൽ തടവ് ശിക്ഷയോ കുട്ടികളുടെ സംയുക്ത സംരക്ഷണാവകാശം റദ്ദാക്കലോ നേരിടേണ്ടി വരും. വിവാഹമോചിതരായവർക്ക് മാത്രമല്ല യുഎഇയിലെ എല്ലാ രക്ഷിതാക്കൾക്കും ഈ നിയമം ബാധകമാണ്. കൂടാതെ സ്കൂളുകളോ മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളോ കുട്ടികളുടെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കണമെങ്കിൽ ഇനി മുതൽ ഇരു രക്ഷിതാക്കളുടെയും രേഖാമൂലമുള്ള അനുമതി നിർബന്ധമാണ്. കുട്ടികളുടെ ഡിജിറ്റൽ സുരക്ഷ മുൻനിർത്തി ഓൺലൈനിലുള്ള ഇത്തരം ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാൻ നിയമവിദഗ്ധരും നിർദ്ദേശിക്കുന്നുണ്ട്. ഈ ഓണക്കാലത്ത് ആകാശയാത്രയിലും പരമ്പരാഗത രീതിയിൽ ഓണസദ്യ രുചിക്കാം. കേരളത്തിനും ഗൾഫ് രാജ്യങ്ങൾക്കുമിടയിലുള്ള സർവീസ് നടത്തുന്ന അന്താരാഷ്ട്ര വിമാനങ്ങളിൽ യാത്രക്കാർക്കായി പ്രത്യേക ഓണസദ്യ പദ്ധതി അവതരിപ്പിച്ചിരിക്കുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. ഓഗസ്റ്റ് 15 മുതൽ 31 വരെയുള്ള യാത്രകളിൽ വിമാനം പുറപ്പെടുന്നതിന് 18 മണിക്കൂർ മുൻപ് വരെ 500 രൂപ നിരക്കിൽ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയോ അല്ലെങ്കിൽ മൊബൈൽ ആപ്പിലൂടെയോ സദ്യ മുൻകൂട്ടി ഓർഡർ ചെയ്യാം. മട്ടയരി, അവിയൽ, സാമ്പാർ, പാലടപ്രഥമൻ അടക്കമുള്ള വിഭവങ്ങൾ കസവ് കരയുടെ ഡിസൈനിലുള്ള പ്രത്യേക പാക്കറ്റുകളിൽ വാഴയിലോടൊപ്പം നൽകുന്നത്. സംസ്ഥാന ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ 4 വിമാനത്താവളങ്ങളിൽ നിന്നായി എയർ ഇന്ത്യ എക്സ്പ്രസ് നടത്തുന്ന പ്രതിമാസ സർവീസുകളിൽ 70% ഗൾഫ് മേഖലയിലേക്കായിരിക്കുന്നതിനാൽ ആയിരക്കണക്കിന് പ്രവാസികൾക്ക് ഈ ആകാശ സദ്യ വിരുന്ന് നൊസ്റ്റാൾജിക് അനുഭവമായി മാറും.
സൗദി അറേബ്യയിലെ ജിസാൻ മേഖലയിൽ നിലനിന്നിരുന്ന അപകട ഭീഷണി പൂർണ്ണമായും ഒഴിഞ്ഞതായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് പ്രഖ്യാപിച്ചു. കനത്ത മഴയെയും കാലാവസ്ഥാ വ്യതിയാനത്തെയും തുടർന്ന് നാഷണൽ എയർലി വാർണിംഗ് പ്ലാറ്റ്ഫോം വഴി നൽകിയിരുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പിൻവലിച്ചെങ്കിലും പൊതുജനങ്ങൾ കരുതൽ തുടരണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. വെള്ളക്കെട്ടുകളിലും അപകട സാധ്യതയുള്ള താഴ്വരകളിലും ജനങ്ങൾ തടിച്ചുകൂടുന്നതും ചിത്രങ്ങളും വീഡിയോകളും പകർത്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കണം. വാഹനമോടിക്കുമ്പോൾ മുന്നറിയിപ്പ് ലഭിച്ചാൽ പാലങ്ങൾക്കും ഉയർന്ന കെട്ടിടങ്ങൾക്കും അകലെയായി സുരക്ഷിതമായ സ്ഥലത്ത് വാഹനം നിർത്തിയിടണം. വ്യാജ പ്രചാരണങ്ങൾ വിശ്വസിക്കാതെ ഔദ്യോഗിക നിർദ്ദേശങ്ങൾ മാത്രം പിന്തുടരാനും അടിയന്തര ഘട്ടങ്ങളിൽ 998 എന്ന നമ്പറിൽ സിവിൽ ഡിഫൻസുമായി ബന്ധപ്പെടാനും അധികൃതർ ഓർമ്മിപ്പിച്ചു. യുഎയിലെ ഡ്രൈവർമാർക്ക് തങ്ങളുടെ ട്രാഫിക് റെക്കോർഡ് മെച്ചപ്പെടുത്താൻ ആഭ്യന്തര മന്ത്രാലയവും ഫെഡറൽ ട്രാഫിക് കൗൺസിലും ചേർന്ന് മികച്ചൊരു അവസരം നൽകുന്നു. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന ഓഗസ്റ്റ് 31 സംഘടിപ്പിക്കുന്ന ഡേ വിത്തൌട്ട് ആക്സിഡൻറ്റ്സ് അഥവാ അപകടരഹിത ദിന പ്രചാരണത്തിലൂടെ ഡ്രൈവിംഗ് ലൈസൻസിലെ 4 ബ്ലാക്ക് പോയിന്റുകൾ വരെ ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. ഓഗസ്റ്റ് 17 മുതൽ ഇതിനായി ഡ്രൈവർമാർക്ക് ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് സുരക്ഷിത ഡ്രൈവിംഗ് പ്രതിജ്ഞയെടുക്കാം. വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക, സീറ്റ് ബെൽറ്റ് ധരിക്കുക, സുരക്ഷിതമായ അകലം പാലിക്കുക, വേഗത പരിധി ലംഘിക്കാതിരിക്കുക തുടങ്ങിയ അടിസ്ഥാന ഗതാഗത നിയമങ്ങൾ ആ ദിവസം പൂർണ്ണമായും പാലിക്കുന്നവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. പെട്ടെന്നുള്ള ലൈൻ മാറ്റം, സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കൽ, ഫോൺ ഉപയോഗം തുടങ്ങിയ ലംഘനങ്ങൾക്കാണ് സാധാരണയായി 4 ബ്ലാക്ക് പോയിന്റുകൾ ഈടാക്കാറുള്ളത്. തുടർച്ചയായ നിയമലംഘനങ്ങളിലൂടെ ഒരു ഡ്രൈവർക്ക് പരമാവധി ലഭിക്കാവുന്ന 24 ബ്ലാക്ക് പോയിന്റുകൾ തികഞ്ഞാൽ ലൈസൻസ് റദ്ദാക്കുകയോ കണ്ടുകെട്ടുകയോ ചെയ്യുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങളെത്തും. അതിനാൽ ഇത്തരത്തിലുള്ള സുരക്ഷിതത്വ ഡ്രൈവിംഗ് പങ്കാളിത്തത്തിലൂടെ ലൈസൻസിലെ ബ്ലാക്ക് പോയിന്റുകൾ കുറയ്ക്കുന്നത് ഡ്രൈവർമാർക്ക് വലിയ ആശ്വാസമാകും. ദുബായ് അൽസീഫിലെ ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ മ്യൂസിയം ഓഫ് ഇല്യൂഷൻസ് 8 വർഷത്തെ പ്രവർത്തനത്തിന് ശേഷം പൂട്ടി. 2018 സെപ്റ്റംബറിലാണ് ദുബായ് ക്രീക്കിന് സമീപമുള്ള സൗഖ് അൽസീഫിൽ ഈ മ്യൂസിയം പ്രവർത്തനം ആരംഭിച്ചത്. കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുന്ന 80ലധികം ഒപ്റ്റിക്കൽ ഇല്യൂഷനുകളും ഇന്ററാക്റ്റീവ് പ്രദർശനങ്ങളും അടങ്ങിയ ഇവിടെ സ്വദേശികളും വിദേശികളുമായ നിരവധി ആളുകളാണ് ദിനവും സന്ദർശകരായി എത്തിയിരുന്നത്. അൽസീഫിലെ അധ്യായം അവസാനിപ്പിച്ചതായി ഇൻസ്റ്റാഗ്രാമിലൂടെ വ്യക്തമാക്കിയ മ്യൂസിയം അധികൃതർ ഉടൻ തന്നെ വീണ്ടും കാണാം എന്ന സന്ദേശവും പങ്കുവച്ചു. ദുബായിലെ മറ്റൊരു പ്രമുഖ കേന്ദ്രത്തിലേക്ക് മ്യൂസിയം മാറ്റി സ്ഥാപിക്കാനാണ് സാധ്യതയെന്നാണ് ഇത് നൽകുന്ന സൂചന. അറബ് ലോകത്തെ വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ മികച്ച കാഴ്ചകളും വിശേഷങ്ങളുമായി അക്കരയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.